ഞായർ. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു 10:30 ആയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല മടിയാണ്. എങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ ഉച്ചത്തേക്ക് കഴിക്കാൻ. എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് ചോറും മീൻകറിയും നിർബന്ധമായിട്ടും വേണം. ഇന്ന് ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, തോരൻ, മീൻ പൊരിച്ചത്, ചമ്മന്തി. ഇതാണ് ഇന്നത്തെ ലഞ്ച്. പെരിഞ്ചീരകമിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു. അത് ആഹാരത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ചെറിയ ചൂടോടുകൂടി കുടിക്കും. രാവിലെ തന്നെ ഓൺലൈനിൽ മീൻ ഓർഡർ ചെയ്തിരുന്നു. തേങ്ങ ഫ്രീസറിൽ നിന്നെടുത്ത് അങ്ങനെ അരയ്ക്കാൻ മിക്സിയിലിട്ട് അതൊരു എന്താ പറയുക, ഒരുമാതിരി അരഞ്ഞു കിട്ടും. തേങ്ങ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് വെച്ചാൽ അരയ്ക്കാൻ സമയമാകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ മാറി കിട്ടും. പുളിയിലും കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പുളി പിഴിഞ്ഞെടുക്കാനും എളുപ്പമാവും. ഞാൻ നല്ല മടിയുള്ള ടൈപ്പാണ്. എല്ലാ ജോലിയും ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കും. എന്നിട്ട് ഞായറാഴ്ച ആകുമ്പോഴോ ശരിക്കും തലയിൽ കൈവച്ച് പോവും. ഇത്രയും പണിയോ എന്ന് പറഞ്ഞിട്ട് അല്പം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ മസാല ബോക്സ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. കൊറോണയ്ക്ക് മുമ്പ് വാങ്ങിയതാണ്. എത്രയാണ് വിലയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് രണ്ടുപേർക്കും എരിയും പുളിയൊക്കെ നല്ലോണം വേണം. ഇപ്പം അതെല്ലാം കുറയ്ക്കാൻ ശ്രമിച്ച് വരുന്നു. മീൻ വരുന്നതിന് മുമ്പ് തന്നെ തേങ്ങ അരച്ചെടുത്തു. മുരിങ്ങയ്ക്കയോ മാങ്ങയോ ഇട്ട് മീൻകറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനെപ്പോഴും ഇത് രണ്ടിലേതെങ്കിലും ഒന്നിടും. മുരിങ്ങയ്ക്ക അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ മീൻ വന്നു. പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ 2 ദിവസമാണ് വരുന്നത്. അപ്പം ഞാൻ ഈ കിട്ടുന്ന കവറൊക്കെ ഇതുപോലെ കഴുകി റബ്ബറിട്ട് കെട്ടി വെച്ചിരിക്കും. എന്ത് വാങ്ങുമ്പോഴും ഇപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുന്നതുകൊണ്ട് അത് പെട്ടെന്ന് കൂടും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ, റബ്ബറിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഇരിക്കുന്നതായി തോന്നില്ല. ഇത് അദ്ദേഹമാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ റബ്ബറിട്ട് കെട്ടി വെക്കുക, അപ്പം ഒരുപാട് കൂടുന്നതായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. മീനും ഇറച്ചിയും ഒക്കെ ഞാൻ വിനീഗറും ഉപ്പും വെച്ചാണ് കഴുകുന്നത്. ഉപ്പ് എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിൽ പോയും തുടങ്ങി. ഉപ്പും ഞാൻ ഇട്ടിരുന്നു. രണ്ടും കൂടി ഇട്ടാണ് കുറച്ച് കഴുകുന്നത്.
ആദ്യം തന്നെ മീൻകറി അടുപ്പിലാക്കി. എത്ര കുറച്ച് വെച്ചാലും ബാക്കി വരും. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എപ്പോഴും ബാക്കി വരും. ഉച്ചയ്ക്ക് മാത്രം ഞങ്ങൾ ചോറ് കഴിക്കുള്ളൂ. രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ്. പള്ളിയിൽ ഇപ്പോൾ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ വെൽഡിങ്ങിൻ്റെ ശബ്ദമൊക്കെയാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അവിടെ പണി നിർത്തുമ്പോഴാണ് ഞാൻ ശബ്ദം ഡബ് ചെയ്യുന്നത്. അവരിപ്പോൾ പണി നിർത്തുന്നു നോക്കി ഇരുന്നിട്ടാണ് ഓരോ സെക്കൻഡിലും ഞാൻ സൗണ്ട് കേൾക്കുന്നത്. എൻ്റെ ഒരു ദിവസം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സമയം വളരെ കുറവാണ്. ഷോപ്പിൽ പോകുന്നത് കൊണ്ട് കൂടിയാണ് എനിക്ക് സമയം തികയുന്നില്ല എന്ന് തോന്നുന്നത്. ഞാൻ അടുക്കളയിൽ നിന്നാലും TV ഓൺ ചെയ്തിരിക്കും. കാരണം പകൽ സമയങ്ങളിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ ഒച്ചയും TV സൗണ്ടൊക്കെ കൂടി കേൾക്കുമ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചല്ല, ഇപ്പോൾ ഇവിടെ ആരൊക്കെയോ ഉണ്ട് എന്നെനിക്ക് തോന്നും. അതിനുകൂടി വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണ്. പക്ഷേ രണ്ടുപേരും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. മോള് കല്യാണം കഴിഞ്ഞ് പുറത്താണ്. അവൾക്ക് 3 കുട്ടികളുണ്ട്. മോൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് മക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അവർ അവരുടെ ജീവിതം തേടി പോവും. മോള് ഭർത്താവും മക്കളുമൊത്ത് വളരെ ബിസിയാണ്. മോൻ അവൻ്റെ ജോലി PFXലാണ് വർക്ക് ചെയ്യുന്നത് ചെന്നൈയിൽ. അവൻ്റെ ജോലിയുമായിട്ട് അവൻ നല്ല തിരക്കിലാണ്. ഞാനും തിരക്കിലാണ്. വീട്ടിലെ ജോലികൾ, പിന്നെ ഷോപ്പിൽ പോകും, പിന്നെ കുറച്ച് സമയം കിട്ടിയാൽ എൻ്റെ സൗരങ്ങളുടെ വീടുകളിൽ പോകും. അവരുമായി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യും. ഞാനിന്ന് വാഴയ്ക്കാണ് തോരൻ വയ്ക്കുന്നത്. ട്രിവാൻഡ്രത്ത് തോരൻ എന്ന് പറയും, മറ്റു സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഉപ്പേരി എന്ന് പറയും തോന്നുന്നു. ഇങ്ങനെ അടുപ്പിൽ കറിയൊക്കെ വെച്ചിട്ട് ഞാൻ അല്പം മാറി നിന്നാണ് ഈ തോരൻ അരിയുന്നതെങ്കിൽ എനിക്ക് മറന്നുപോകും മീൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണെന്നുള്ള, കൊച്ചുമീൻ അടുപ്പിലിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോകും. അത് അവസാനം കരിക്കട്ടയായിട്ടിരിക്കും. എപ്പോഴും അങ്ങനെയാണ് നടക്കാറ്. അതുകൊണ്ട് തോരനൊക്കെ അരിയുമ്പോൾ ഞാൻ ഇതുപോലെ അടുത്ത് നിന്ന് കൊണ്ടരിയും, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഈ മറക്കുന്ന സ്വഭാവമുണ്ട്. പെട്ടെന്ന് മറന്നു പോകും. പഠിക്കാനും അത്ര മിടിക്കുകയല്ല എന്നല്ല, ഒട്ടും പഠിക്കൂല. കാരണം എനിക്ക് മറവിയാണ് ഭയങ്കര. പഠിക്കുന്നതെല്ലാം അപ്പം തന്നെ മറന്നു പോകും. എന്തായാലും ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും, ആവശ്യമുള്ളതൊന്നും നിൽക്കില്ല. ആദ്യം ഒരിക്കൽ ഉലുവ ഞാൻ അടുപ്പിൽ വെച്ചിരുന്നു, അത് കരിഞ്ഞു പോയി. വെച്ചിട്ട് അപ്പുറത്ത് മാറി എന്തോ ചെയ്തു, കരിഞ്ഞു പോയി. പിന്നെ രണ്ടാമത് വീണ്ടും ഒന്നുകൂടിയാണ് ഉലുവ വറുത്തിട്ടത് കറിയിൽ. ഞാൻ കൂടുതലും ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ രണ്ടുപേരും മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്തിരുന്നു. അപ്പം എല്ലാം നോർമലാണ്.
പക്ഷേ വെളിച്ചെണ്ണ ഇപ്പം ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ മുട്ടയൊക്കെ പൊരിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കാരണം തേങ്ങ എണ്ണയുടെ ആ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു, ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റും തേങ്ങ എണ്ണയുടെ ടേസ്റ്റും ഒക്കെ ഒരുപോലെ തോന്നിയിട്ടുള്ളൂ. ഗുണത്തിൻ്റെ കാര്യത്തിലല്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. എങ്ങനെയല്ല ഞാൻ ടേസ്റ്റായിട്ട് ആഹാരം ഉണ്ടാക്കിയാലും എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഉമ്മ ഉണ്ടാക്കുന്നത് ആ ടേസ്റ്റ് ഒരിക്കലും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ചേച്ചി ഉണ്ടാക്കും, പിന്നെ എനിക്ക് ഒരു അനിയത്തിയുണ്ട്, അവളും ഉണ്ടാക്കും. അതും നല്ല ടേസ്റ്റാണ്. രണ്ടുപേരും ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അത്രയും ഞാനുണ്ടാക്കുന്നത് അത്രയും എനിക്ക് തന്നെ ഇഷ്ടപ്പെടാറില്ല. ഒരു നാത്തൂനുണ്ട്, എൻ്റെ അനിയൻ്റെ വൈഫ്. അവളും നന്നായി ഫുഡ് ഉണ്ടാക്കും. അവളുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ചമ്മന്തി അരയ്ക്കുമ്പോൾ എൻ്റെ ഒരു അനിയനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. അവന് ചമ്മന്തി എത്ര കൊടുത്താലും തികയില്ല. അതേപോലെ തന്നെ എൻ്റെ അനിയനും, അവനും ചമ്മന്തി എത്ര കിട്ടിയാലും മതിയാവില്ല. ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അമ്മിയിലരച്ച ചമ്മന്തി ആർക്കാണ് ഇഷ്ടമാവാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ആ ചമ്മന്തിയും ചോറും മാത്രമാണെങ്കിലും മതി, ഞാൻ കഴിക്കും. ഞാൻ മിക്കവാറും അമ്മിയിൽ ചമ്മന്തി അരയ്ക്കും. പണ്ട് ഉമ്മ അമ്മിയിൽ ഇതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാനും എൻ്റെ 2 അനിയന്മാരും അതിൻ്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ആ അമ്മി കഴുകിയ വെള്ളത്തിൽ ചോറിട്ട് വരവി കഴിക്കും ഞങ്ങൾ 3 പേരും. അതിനുവേണ്ടി അടിയാണ് ഞങ്ങൾ 3 പേരും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബായ്.